എന്ത് കാര്യവും രണ്ടും കൽപ്പിച്ചിറങ്ങാതെ ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. നമുക്ക് എല്ലാത്തിനും ഇറങ്ങുമ്പോൾ സംശയമാണ് അല്ലെ, ഞാൻ ചെയ്താൽ അത് ശരിയാകുമോ, ഞാൻ ചെയ്താൽ അത് വിജയിക്കുമോ, അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, അത് ശരിയല്ല ചെയ്തത്, അങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്നതിനും നമ്മൾ നിരുത്സാഹപ്പെടുത്തും, നമ്മൾ ചെയ്യുന്നതിനും നമ്മൾ നെഗറ്റീവായി പറയും, മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾക്കും നമ്മൾ നെഗറ്റീവ് പറയും. അങ്ങനെയല്ലാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്താൽ എല്ലാം ശരിയാകും, എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, ഞാൻ ആരോഗ്യവതിയാണ്, ഞാൻ ശക്തയാണ്, എല്ലാ പ്രതിസന്ധികളെയും ഞാൻ നന്നായി അതിജീവിക്കും എന്നിങ്ങനെയുള്ള നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക. അങ്ങനെ ഒരു പുഞ്ചിരിയോടെ സന്തോഷത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക രാവിലെ തന്നെ വീട്ടിലുള്ളവർ. അങ്ങനെ നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയ്ക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെയുള്ള വർത്തമാനങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ പരിഗണിക്കുന്നതിലൂടെയും ചേർത്ത് നിർത്തുന്നതിലൂടെയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും, പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രോത്സാഹനം കൊടുത്തിട്ടല്ല, എന്തെങ്കിലും സമ്മാനം കൊടുത്തിട്ടല്ല, നല്ല വാക്കുകൾ കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. ചെയ്ത കാര്യങ്ങൾ നല്ലതാണ്, ഇന്ന് വെച്ച കറി നല്ലതുണ്ട്, അങ്ങനെ നല്ല നല്ല വാക്കുകൾ മതി ഓരോരുത്തർക്ക് ജീവൻ കിട്ടാനായിട്ട്. ചിലപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്നവരായിരിക്കാം, വേറെ പ്രശ്നങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്നവരായിരിക്കാം. അവർക്ക് ഇങ്ങനെ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ അത് അവരുടെ മനസ്സിന് വളരെ സന്തോഷം നൽകും. അങ്ങനെ വീട്ടിലുള്ളവരുടെ മനസ്സെല്ലാം സന്തോഷം നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതുവഴി നമ്മുടെ മാനസിക ആരോഗ്യത്തെയാണ് നമ്മൾ രക്ഷിക്കുന്നത്.